വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരിക്കൽ കൂടി തിരുവചനം ശ്രവിക്കുവാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായ അറിവിൻ്റെ വചനം, ജ്ഞാനത്തിൻ്റെ വചനം, ഇതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതിൽ ജ്ഞാനത്തിൻ്റെ വചനത്തിൻ്റെ കുറേ ഭാഗവും അറിവിൻ്റെ വരത്തിൻ്റെ കുറേ ഭാഗവുമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അറിവ് പറയാനുള്ളതാണ് അറിവിൻ്റെ വരവ് നമ്മൾ കണ്ടു. എന്നാൽ ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വചനം ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അറിവിൻ്റെ വരം യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഒക്കെ ഉപയോഗിച്ചിരുന്നുവെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയും അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലുണ്ടായതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രവാചകന്മാരുടെ കഴിവൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില ഉദാഹരണങ്ങൾ പഴയ നിയമ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഏലീഷ പ്രവാചകൻ അറിവിൻ്റെ വരം ഉപയോഗിക്കുന്ന ചില രംഗങ്ങളുണ്ട്. ബൈബിളിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഇതാണ്: ഏലീഷ പ്രവാചകൻ്റെ ആ കാലഘട്ടത്തിൽ സിറിയ രാജാവ് ഏതെല്ലാം യുദ്ധതന്ത്രങ്ങൾ പ്ലാൻ ചെയ്താലും സിറിയക്കാർ പരാജയപ്പെടുകയും അതുപോലെ ഇസ്രായേൽ ജയിക്കുകയും ചെയ്യുമായിരുന്നു. സിറിയ രാജാവിന് ഇത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. അവസാനം സിറിയ രാജാവ് പറയുകയാണ്, നമ്മുടെ രാജ്യത്ത് ഏതോ ചാരനുണ്ട്, ഇല്ലെങ്കിൽ നമ്മളിവിടെ ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇസ്രായേൽ രാജാവ് അറിയുന്നത്? അപ്പോൾ സിറിയ രാജാവിൻ്റെ സൈന്യാധിപൻ പറഞ്ഞു, അങ്ങ് അത്ഭുതപ്പെടേണ്ട, സംഭവം അതൊന്നുമല്ല. ഇസ്രായേലിലെ ഒരു പ്രവാചകനുണ്ട്, ഏലീഷ പ്രവാചകൻ. അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിക്കുന്ന കാര്യം പോലും, മുറിയിലിരുന്ന് ആലോചിക്കുന്ന കാര്യം പോലും പ്രവാചകൻ രാജാവിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു യുദ്ധം, അവർക്ക് വരാൻ പോകുന്ന ഒരു തകർച്ച, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാനൊക്കെ വരമുള്ള ഒരു വ്യക്തി സഹായമായി തീരുകയാണ്. നമ്മുടെ കുടുംബമായിക്കൊള്ളട്ടെ, നമ്മുടെ മക്കളായിക്കൊള്ളട്ടെ, എന്തേലും ഒരു പ്രശ്നം വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ഈ വരമുള്ള വ്യക്തിക്ക് സാധിക്കുകയാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരമ്മച്ചി, പാലാക്കാരിയായ ഒരമ്മച്ചി, ആ അമ്മച്ചിയുടെ മകന് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കുള്ള വരവ് കുറഞ്ഞു. കൂട്ടുകാരൻ്റെ വീട്ടിൽ പഠിക്കാൻ പോകുന്നു, കമ്പൈൻ സ്റ്റഡി ആണെന്ന് പറയുന്നു. അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാണുന്ന ദർശനം ഇതാണ്: മകൻ ഒരു പനയെന്ന് താഴത്തോട്ട് വീഴുന്നതാണ്. ഏണിമേൽ ഇറങ്ങി വരുന്നു, ഒരു 2 ആൾ പൊക്കത്തിൽ നേരെ താഴത്തോട്ട് പാടത്തേക്ക് വീഴുന്നു. അമ്മ പ്രാർത്ഥിച്ച്, എൻ്റെ മോനൊന്നും സംഭവിക്കരുതേ എന്ന് ആ ദർശനം കണ്ട അതേ അവസരത്തിൽ അമ്മ പ്രാർത്ഥിക്കുന്നു. മകൻ വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാത്തവനെ പോലെ മകൻ വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ അവൻ പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, മോനെ, പനയിലൊക്കെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറണ്ടേ എന്ന് പറഞ്ഞു. അവൻ അത്ഭുതപ്പെട്ട് ഞെട്ടി നിൽക്കുക. അല്ല, സൂക്ഷിച്ച് കയറണം, നീ ഇന്നലെ വീണപ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്ന് ഞാൻ ഓർത്തുപോയി. അമ്മ എങ്ങനെയാണ് അത് കണ്ടത്? ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് ദർശനത്തിൽ കാണിച്ചു തന്നു, നിനക്കൊന്നും സംഭവിക്കരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന ആ മകൻ പെട്ടെന്ന് വിശ്വാസിയായി തീർന്നു എന്നാണ് ആ പാലാക്കാരിയായ അമ്മ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്. ഒരു ദർശനം, വരം പ്രകടമായത് തൻ്റെ കുടുംബത്തിലൊരു മകൻ വിശ്വാസിയായിത്തീരാൻ, ദൈവത്തിൻ്റേതായിത്തീരാൻ കാരണമായിത്തീരുന്നു.
ഇതുപോലെ തന്നെ എത്രയോ വ്യക്തികളാണ് അതുപോലെ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഈ വരം കൊണ്ട് എത്രയോ വ്യക്തികളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നു. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ, ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ ആദ്യകാല ഡയറക്ടർ, അച്ഛൻ്റെ അടുക്കൽ ഒരാൾ വന്നതാണ്. ആൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇവിടെ ഈ സന്ദേശമൊക്കെ പറയുന്നത് ഒരു തട്ടിപ്പാണ് എന്ന് ചിന്തിക്കുന്ന ആ പയ്യന് അച്ഛൻ്റെ തലക്കെട്ട് ഇടി കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ മുറിക്കകത്തിരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ അച്ഛനെ കാണാൻ വേണ്ടി കയറുന്നു, തിരിച്ചു വരുന്നു. ഇവൻ്റെ ഊഴമായപ്പോൾ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എനിക്ക് ക്ലാസ്സിൽ പോകാൻ സമയമായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിരീശ്വരവാദിയായ ഈ പയ്യന് പെട്ടെന്ന് ഉള്ളിലൊരു ചിന്ത, ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു തട്ട് കൊടുക്കാമായിരുന്നു, ഇനിയിപ്പോൾ എന്തു ചെയ്യും? അച്ഛനൊന്ന് സ്തുതിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ഒരു സന്ദേശം പെട്ടെന്ന് കിട്ടി. കർത്താവ് ചിലരെ സുഖപ്പെടുത്തുന്നു. ഈ കൂട്ടത്തിൽ ഈ ശുശ്രൂഷകളിൽ നിന്നും വിശ്വാസമില്ലാത്ത ഒരു മകൻ ഈ കൂട്ടത്തിലുണ്ട്. അവൻ്റെ പ്രായമുള്ള 8-9 പേരവിടെ നിൽപ്പുണ്ട്. അവൻ വിചാരിച്ച് അവരാരെങ്കിലും ആയിരിക്കുമെന്ന്. അതുകൊണ്ട് അവനത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ വീണ്ടും അച്ഛൻ അടുത്തതായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിരീശ്വരവാദിയായ ആ മകൻ്റെ വയറിൻ്റെ സൈഡിലായി 3 മുഴയുണ്ട്, അത് കർത്താവ് സുഖപ്പെടുത്തുന്നു. പെട്ടെന്ന് അവൻ തപ്പി നോക്കിയപ്പോൾ 3 മുഴയും കാണാനില്ല. എൻ്റെ യേശുവേ എന്ന് വിളിച്ചു. വിശ്വാസമില്ലാതിരുന്ന ആ പയ്യൻ വിശ്വാസിയായി തീർന്നു എന്ന് മാത്രമല്ല, കുറേ നാൾ എൻ്റെ വീട്ടിൽ നിന്ന ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചത് ഈ പയ്യനാണ്. അത്രയും വ്യക്തമായ ഒരു സംഭവം. ആ മുഴ മാറിപ്പോയി. അവനത് വിശ്വാസിയായി. അവൻ യേശുവിന് വേണ്ടി നിലകൊള്ളുന്നു. അനേകം ആളുകളെ ഈശോയ്ക്ക് വേണ്ടി നേടുന്നു. അപ്പോൾ ധ്യാനമന്ദിരത്തിൽ നടക്കുന്നത് ഒരു തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരുന്ന അവനോട് പോലും ദൈവം കരുണ കാണിക്കുകയാണ്. ആ കരുണ കാണിക്കാനിടയായി തീരുന്നത്, അല്ലെങ്കിൽ ദൈവം കരുണ കാണിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഈ വരം ആ അച്ഛനിലൂടെ പ്രകടമായതുകൊണ്ടാണ്. അപ്പോൾ വരങ്ങളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പലരെയും വിശ്വാസത്തിലേക്ക് നയിക്കാനായിട്ട് പറ്റും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സന്ദേശം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ കിട്ടി, നീല കളറ് കലർന്ന സാരി ധരിച്ച മേരി എന്നു പേരായ ഒരു മകളുടെ നടുവിൻ്റെ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. നീല കളറ് കലർന്ന സാരി ധരിച്ച നടുവിൻ്റെ വേദനയുള്ള മേരിയുടെ രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നു. ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആ സഹോദരി നേരെ സ്റ്റേജിലോട്ട് കയറി വന്നു. സ്റ്റേജിൽ കയറി വന്നിട്ട് ആ സഹോദരി പറയുകയാണ്, എൻ്റെ ഡ്രസ്സ് ഇതാണ്, ബ്രദർ പറഞ്ഞ സമയത്ത് ഒരു ശക്തി എൻ്റെ ദേഹത്തേക്ക് വന്നു, സൗഖ്യപ്പെട്ടു എന്ന്. നമ്മുടെ ഉള്ളിൽ ശക്തമായി തോന്നിച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് എല്ലായ്പ്പോഴും അങ്ങനെ സൗഖ്യം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലായ്പ്പോഴും ദർശനം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പലപ്പോഴും ദർശനങ്ങൾ കിട്ടാറുണ്ട്. അതൊരു വരത്തിൻ്റെ ഭാഗമാകും. ഒരു വ്യക്തിക്ക് വരം പ്രകടമാകുന്നത് ആ വ്യക്തിയുടെ പുണ്യയോഗ്യത കൊണ്ടല്ല, അയാളുടെ എന്തെങ്കിലും യോഗ്യതയല്ല. അത് ദൈവം മറ്റുള്ളവരെ, നമ്മൾ ആരംഭത്തിൽ കണ്ടത് ഇങ്ങനെയാണ്, ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനുമാണ്. ഞാനൊരു വചനപ്രഘോഷകനാണ്, ഞാനൊരു ദൈവ ശുശ്രൂഷകനാണ്. എൻ്റെ ശുശ്രൂഷയ്ക്ക് ഇത് ആവശ്യമാണ്, അത്രയേ ഉള്ളൂ. ഞാനൊരു ദൈവ ശുശ്രൂഷകനായൊരു ദൈവവേലക്കാരനായതുകൊണ്ട് എനിക്ക് അത് ആവശ്യമായി വരുന്നു. അത് അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന വരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഏതു വരവും അങ്ങനെ തന്നെയാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതിന് പിന്നിലുള്ളതെന്ന്. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. നാമാൻ കുഷ്ഠരോഗിയായി ഇരിക്കുമ്പോൾ ആ രാജ്യത്ത് നാമാനെ സഹായിക്കാനായിട്ട് ഒരു ഇസ്രായേൽ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ട് സൗഖ്യം കിട്ടിയാനെ. ഞങ്ങളുടെ രാജ്യത്താണെങ്കിൽ പ്രവാചകനുണ്ട്. അങ്ങനെ എലീഷ പ്രവാചകൻ്റെ അടുക്കിലേക്ക് നാമാൻ വരികയാണ്. നാമാൻ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല. ഒരാൾ വന്ന് സംസാരിച്ചപ്പോൾ, കുഷ്ഠരോഗിയാണല്ലോ നാമാൻ, കുഷ്ഠരോഗിക്ക് അടുത്തോട്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ആ യോർദാനിൽ പോയി 7 തവണ മുങ്ങി എഴുന്നേക്കാൻ. നാമാനത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ നല്ല നദികളില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് കുളിക്കാൻ പറയുന്നത്?
നല്ല നദികൾ ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നാമാനോട് പറഞ്ഞു, ബഹളമൊന്നും വെക്കരുത്, പ്രവാചകനൊരു വലിയ കാര്യമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുമായിരുന്നല്ലോ. കുറച്ച് പട്ടുവസ്ത്രമോ വെള്ളിയോ സ്വർണമോ ഒക്കെ കൊടുക്കാൻ പറഞ്ഞായിരുന്നെങ്കിൽ കൊടുക്കാൻ യാതൊരു മടിയുണ്ടാകുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ യോർദാനിൽ പോയി 7 തവണ മുങ്ങി പൊങ്ങാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത്രയൊന്ന് ചെയ്യുക, അത് ചെയ്യുമ്പോൾ അത്ഭുതം കാണാനായിട്ട് പറ്റും. അങ്ങനെ യോർദാനിൽ പോയി 7 തവണ മുങ്ങിപ്പൊങ്ങി, അതേ സമയത്ത് പൂർണ്ണ സൗഖ്യം. 7ാമത്തെ തവണ മുങ്ങിപ്പൊങ്ങിയപ്പോൾ ശരീരം ശുദ്ധമായിരിക്കുന്നു, പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു. വലിയ സന്തോഷമായി പട്ടുവസ്ത്രം വെള്ളി സ്വർണം എല്ലാം കൊണ്ടുവരികയാണ് നാമാൻ. ആർക്ക് കൊടുക്കാൻ? ഏലീഷ പ്രവാചകന് കൊടുക്കാൻ. ഏലീഷ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ദൈവമാണേ, എനിക്കിതൊന്നും വേണ്ട, എനിക്കിതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരം ദാനമായി ദൈവം നമുക്ക് തന്നതാണ്, അത് ദാനമായി കൊടുക്കാനുള്ളതാണ്. ഒരിക്കലും വരങ്ങളൊന്നും പണസമ്പാദനത്തിനുള്ള മാർഗമല്ല. ഒരു ശുശ്രൂഷയും പണസമ്പാദനത്തിനുള്ള മാർഗമല്ല. ദൈവ ശുശ്രൂഷകളൊന്നും. അപ്പം അതുകൊണ്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവൻ അതിൽ തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു കൽപ്പനയായി തന്നെ നൽകിയിട്ടുള്ള കാര്യമാണത്. ദൈവം അവരെ പോറ്റും. നമുക്ക് ഡിമാൻഡ് ചെയ്യാനോ പണം ചോദിച്ചു വാങ്ങിക്കാനോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനോ ഒന്നും അവകാശമില്ല. ഒരു ശുശ്രൂഷകരും അങ്ങനെ ചെയ്യാറില്ല, ചെയ്യാൻ പാടില്ല. ശുശ്രൂഷയുടെ ജീവിതത്തിൽ അത് ചില തകർച്ചയ്ക്ക് കാരണമായിത്തീരുന്നു. ഇതിനാണ് അടുത്ത സംഭവം പറയാൻ പോകുന്നത്. അതായത് ഈ നാമാൻ വളരെ സങ്കടത്തോടെ ഈ സ്വർണവും പട്ടുവസ്ത്രവും ഒക്കെ ആയിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ തിരിച്ചുപോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ പിറകിൽ നിന്ന് ആരോ ഓടി വരുന്നത് പോലെ അത് ഏലീഷ പ്രവാചകൻ്റെ ദാസനായ അല്ലെങ്കിൽ സഹശുശ്രൂഷകനായ ഗേഹസിയാണ്. ഗേഹസി ഇങ്ങനെ ഓടിക്കതച്ച് നാമാൻ്റെ രഥത്തിൻ്റെ അടുക്കലെത്തി. ഗേഹസി പറഞ്ഞു, അങ്ങ് ഇവിടുന്ന് പോന്നപ്പോൾ പ്രവാചകനെ കാണാൻ 2 പേര് വന്നു, അവർക്ക് കൊടുക്കാൻ ഒരു ഷെക്കിൽ വെള്ളിയോ എന്തെങ്കിലും തരണം. ഒന്നല്ലല്ലോ 2 തരാമല്ലോ. അത് ചാക്കിനകത്ത് കെട്ടി അത് തലേ വെച്ച് 2 വേലക്കാരെയും കൂട്ടി പറഞ്ഞു വിടുകയാണ്. ഗേഹസിയുടെ വീടിനടുക്കൽ എത്താറായപ്പോൾ ഗേഹസി പറഞ്ഞു, അല്ല ഇനി നിങ്ങൾ കഷ്ടപ്പെടണമെന്നില്ല, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം, എൻ്റെ തലയിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ തലയെ വെച്ച് കൊടുത്തു. ഗേഹസി അത് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഒന്നും അറിയാത്തവനെ പോലെ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. ഏലീഷ പ്രവാചകൻ ചോദിച്ചു, ഗേഹസി നീ എവിടെ പോയതായിരുന്നു? ഞാനെവിടെയും പോയില്ല, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, നാമാൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ എൻ്റെ ആത്മാവ് അതെല്ലാം കണ്ടുകൊണ്ട് രഥത്തിനരികിൽ നിൽപ്പുണ്ടായിരുന്നു. എന്തു പറയാൻ പറ്റും? അതുകൊണ്ട് നീ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് നാമാൻ്റെ മാറിയ കുഷ്ഠം നിനക്കിരിക്കട്ടെ. കള്ളത്തരം കാണിച്ചതല്ലേ, കുഷ്ഠരോഗിയായി. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ സമൂഹത്ത് വരാൻ പറ്റില്ല, മാറ്റി നിർത്തപ്പെട്ടവനായിത്തീരുന്നു. ദൈവം തന്ന വരങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വരാൻ പറ്റാതെ മാറ്റി നിർത്തപ്പെട്ടവരായി നാം മാറും എന്ന ഭയാനകമായ ഒരു സന്ദേശം ഇതിനകത്ത് ദൈവം നമുക്ക് തരുന്നുണ്ട്. എത്ര ദൂരത്തായ സംഭവം പോലും ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഒളിച്ചു വെച്ച് നടന്ന സംഭവം പോലും പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കൂടെ നിൽക്കുന്ന ശിഷ്യൻ്റെ വീഴ്ച എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. വേറൊരു സംഭവം ബൈബിളിൽ നമ്മൾ കാണുന്നത് അഹിയ പ്രവാചകൻ്റെയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് കാണുക. അഹിയ പ്രവാചകൻ താമസിച്ചിരുന്നത് ഷില്ലോയിലാണ്. ആ കാലഘട്ടത്തിലെ രാജാവിൻ്റെ പേരായിരുന്നു ജെറോബാബാം. ജെറോബാബാവിൻ്റെ മകൻ്റെ പേരായിരുന്നു അബിയ. അബിയ രോഗിയായി കിടക്കുകയാണ്, രക്ഷപ്പെടാൻ തീരെ സാധ്യതയില്ല. അപ്പോൾ ജെറോബാബാം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കൊച്ച് ജീവിക്കുമോ മരിക്കുമോ എന്ന് ആ അഹിയ പ്രവാചകനോട് ചോദിച്ചിട്ട് വരിക. രാജ്ഞി പറഞ്ഞു, ഞാനില്ല.
രാജാവിന് പ്രവചനവും ഇഷ്ടമല്ല, പ്രവചനങ്ങളെ ഇഷ്ടമല്ല, പ്രവാചകന്മാരെ ഇഷ്ടമല്ല. പിന്നെ ഞാൻ പിന്നെ എങ്ങനെയാണ് പോയി ചോദിക്കുക? അതിന് നീ ഒരു രാജ്ഞിയായിട്ടൊന്നും പോകണ്ട, ഒരു സാധാരണ വേഷം ധരിച്ച് അങ്ങ് പോയാൽ മതി. കാരണം പ്രവാചകന് പ്രായമായി കണ്ണും അറിയാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല. ആ മുറ്റത്ത് നിന്നിട്ട് ചോദിച്ചാൽ മതി, കൊച്ചു ജീവിക്കുകയോ മരിക്കുകയോ എന്ന് മാത്രം. നിൻ്റെ പേരങ്ങ് പറയുക, എൻ്റെ പേര് പോലും പറയണ്ട. അങ്ങനെ വേഷമൊക്കെ മാറി ഒരു സാധാരണ സ്ത്രീയെപ്പോലെ വീടിൻ്റെ മുറ്റത്ത് പോയി നിൽക്കുന്നു. അങ്ങേ അകത്തെ മുറി കിടക്കുന്ന അഹിയാ പ്രവാചകൻ വിളിച്ചു ചോദിക്കുക, അതാരാ അത്? ജെറോബാബാവിൻ്റെ ഭാര്യയല്ലേ അത്? നീ എന്താ ഇങ്ങനെ വേറൊരുവളായി വേഷമൊക്കെ കെട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്? നിൻ്റെ കൊച്ചു ജീവിക്കുകയോ മരിക്കുകയോ എന്നറിയാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ? കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ മകൻ ജീവിക്കുകയല്ല, ഈ രോഗത്തിൽ മരിക്കുമെന്ന്. കണ്ണറിയാൻ പാടില്ലാത്ത, ചെവി കേൾക്കാൻ പാടില്ലാത്ത പ്രവാചകൻ ആത്മാവിൻ്റെ ശക്തിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയോ ശക്തിയോ കഴിവോ പ്രായമോ ഒന്നുമല്ല ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ഇടപെടലാണ്. അപ്പം നമുക്ക് ഈ വരത്തിൻ്റെ സഹായത്താൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹൃദയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, രഹസ്യ പാപങ്ങൾ പോലും വെളിപ്പെട്ട് കിട്ടുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുക, വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുക, മനുഷ്യരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുക, വിപരീത സാഹചര്യങ്ങളെ നേരിടാനായിട്ടുള്ള ശക്തി കിട്ടുക, അങ്ങനെ മറ്റുള്ളവരെ യേശുവിലേക്ക് അടുപ്പിക്കാൻ പറ്റുക, യേശു രക്ഷകനാണെന്നും യേശു ദൈവമാണെന്നുമുള്ള ബോധ്യം ജനത്തിന് കൊടുക്കാനായിട്ട് പറ്റുക. ഈ വരം അന്നും ഇന്നും അനേകരിൽ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുക, വരാൻ പോകുന്ന കാര്യങ്ങൾ പോലും പറയാനായിട്ട് പറ്റുക. അതുതന്നെയാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്നൊക്കെ പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, എന്നാൽ ഇവിടെ വരവുമായി നിൽക്കുന്നൊരു കാര്യമാണത്. ഒരു പ്രശ്നം പരിഹരിക്കാൻ വചനം ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹെറോദ്യോസ് പക്ഷക്കാരായ കുറേ പേര് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ആ സാഹചര്യത്തിൽ ഈശോ ഒരു വചനം പറഞ്ഞ് അവരിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഈശോ രക്ഷപ്പെട്ടു പോകാനുള്ള വഴിയല്ല. ഈശോ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. വേറൊരു സന്ദർഭം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാനായിട്ട് കൊണ്ടുവരുമ്പോൾ, ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചതാണ്, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്നാണ് മോശയുടെ നിയമം, നീ എന്തു പറയുന്നു? എൻ്റെ അടുക്കലേക്ക് വരുന്നവനെ ഒരു നാൾ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന കർത്താവിൻ്റെ പ്രസംഗം. ഇപ്പോൾ കല്ലെറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കലേക്ക് വരുന്നവനെ തള്ളിക്കളയല എന്നുള്ള പ്രസംഗത്തിൽ എന്തർത്ഥം? തള്ളിക്കളയണ്ടെന്നില്ല. ഇനി കല്ലെറിയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മോശയുടെ നിയമം ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയെ കുടുക്കിലാക്കാം. അതുകൊണ്ട് കല്ലെറിയണ്ട എന്നും പറയുന്നില്ല, കല്ലെറിയണമെന്നും ഈശോ പറയുന്നില്ല. വേറൊരു വചനം ഈശോ പറയുകയാണ്. ദൈവം സംസാരിക്കുന്നതാണല്ലോ ദൈവവചനം. ഈശോ പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി കല്ലിട്ട് അകന്നു പോവുകയാണ്. കല്ലിട്ടിട്ട് അകന്നു പോകുന്നു. അവർക്ക് പാപബോധം ഉണ്ടാകുന്നു, പാപികളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു, മറ്റുള്ളവരെ എറിയാൻ യോഗ്യരല്ല എന്ന് തിരിച്ചറിയുന്നു. അവർ തിരിച്ചു പോവുകയാണ്. മാത്രമല്ല, ആ പാപിനിയായ സ്ത്രീ രക്ഷപ്പെടുകയാണ്. തൻ്റെ ജീവിതത്തിൽ വന്നുപോയ ഈ പാപത്തിൽ നിന്ന് തനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്ന് കരുതിയിരുന്ന ആ വ്യക്തിക്ക് രക്ഷപ്പെടാനുള്ള ഒരവസരം ദൈവം പറഞ്ഞ ഒരു വാക്ക്. അത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് അവളെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പം ജ്ഞാനത്തിൻ്റെ വചനമുണ്ടെങ്കിൽ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റും, ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കാനായിട്ട് പറ്റും. ജ്ഞാനവചനം ഉപയോഗിക്കുക. പൗലോസ് അപ്പസ്തോലനും ഈ വരമുണ്ടായിരുന്നു.
പൗലോസ് അപ്പസ്തോലന് സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ പേരിൽ പ്രധാനാചാര്യനായ അനനിയാസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. വിചാരണ ചെയ്യുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുകയാണ്. പ്രധാന പുരോഹിതനായ അനനിയാസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അനനിയാസ് ചോദിച്ചു, നിനക്കെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഈ പ്രശ്നത്തിൽ നിന്ന് പൗലോസ് അപ്പസ്തോലൻ രക്ഷപ്പെടണം. എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? ഇപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ അപ്പസ്തോലൻ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് സദുക്കായരും പരിസയരും ചേർന്നാണ്. യഹൂദന്മാരുടെ 2 വിഭാഗമാണ്, സദുക്കായർ, പരിസയർ. ഈ പരിസയരുടെ ഒരു പ്രത്യേകത, അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് പരിസയർ. സദുക്കായരെന്ന് പറഞ്ഞാൽ അവർ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാത്തവരാണ്. ഈ ലോക ജീവിതം കൊണ്ടെല്ലാം തീരും എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഇതറിയാവുന്ന പൗലോസ്ലീഹ പ്രധാനാചാര്യൻ ചോദിച്ച വേളയിൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്നെ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഞാൻ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ടാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചു. അതാ ഞാൻ ഇനിയും പ്രസംഗിക്കുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെക്കുറിച്ചാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്. യേശു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഞങ്ങളും ഉയർത്തെഴുന്നേക്കും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇത് കേട്ടപ്പോൾ പരിസയർക്ക് സന്തോഷം. പക്ഷേ സദുക്കായർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അവർ പറയുന്നു പുനരുത്ഥാനമില്ല, പുനരുത്ഥാനമെന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അവരാണല്ലോ പണ്ടൊരു ചോദ്യമായിട്ട് വന്നത്. ഒരു സ്ത്രീ ഒരുവനെ വിവാഹം കഴിച്ചു, മരിച്ചുപോയി. അവൾ പിന്നെ അടുത്ത സഹോദരനെ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു വീട്ടിൽ 7 പേരെയും കല്യാണം കഴിച്ചു. 7 പേരും മരിച്ചു, ഇവളും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭർത്താവായിരിക്കും, അല്ലെ ആരുടെ ഭാര്യയായിരിക്കും? യേശു പറഞ്ഞു, പുനരുത്ഥാനത്തിൽ അങ്ങനെയൊന്നുമല്ല. അവിടെ വിവാഹം കഴിക്കുകയോ കഴിച്ചു കൊടുക്കലോ ഒന്നും അവിടെയില്ല. ഇതൊക്കെ ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. പുനരുത്ഥാനത്തിൽ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ കർത്താവിനെ കുടുക്കിലാക്കാൻ പുനരുത്ഥാനം ഇല്ല എന്ന് വരുത്തി തീർക്കാൻ സദുക്കായർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് മറ്റൊരു മറുപടി നൽകി അവരെ കുടുക്കിലാക്കിയതാണ്. അപ്പോൾ പൗലോസ്ലീഹ ഈ കാര്യം ഇങ്ങനെ പറയുകയാണ്, പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ടാണ് ഇവരെന്നെ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇവർ തമ്മിൽ തർക്കമായി. ആര്? ഈ പരിസയരും സദുക്കായരും തമ്മിൽ. അപ്പോൾ പ്രധാന പുരോഹിതനായ അനനിയാസിൻ്റെ നേതൃത്വത്തിൽ തന്നെ പൗലോസ് അപ്പസ്തോലനെ ആ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വരം ഉപയോഗിച്ചതുകൊണ്ടാണ്, ജ്ഞാനത്തിൻ്റെ വചനം ഉപയോഗിച്ചതുകൊണ്ടാണ് അപ്പസ്തോലന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. ഇല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് പറ്റുമായിരുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. നമുക്ക് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പലരെയും രക്ഷപ്പെടുത്താൻ പറ്റും. നമുക്ക് തന്നെ പല പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയാണ്. ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളൊന്നിച്ച് വചനം പ്രസംഗിച്ച് പോരുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലൊരു പ്രേരണ നൽകി, പിറകിൽ നിന്ന് അടി വരുന്നുണ്ട്, അടി കൊള്ളാതെ സൂക്ഷിച്ചോളാൻ. എൻ്റെ കൂട്ടുകാരൻ ജോയിച്ചിനോട് ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജോയിച്ചും പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ചോദിച്ചും കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അടി ഉറപ്പാണ്. അല്പം മുമ്പോട്ട് നിന്നപ്പോൾ കുറേ പേര് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ഒരു ടോർച്ചൊക്കെ തെളിച്ചിട്ടുണ്ട്. ആരും ഷർട്ട് ധരിച്ചിട്ടില്ല, എണ്ണയൊക്കെ ദേഹത്ത് പുരട്ടിയിട്ടുണ്ട്. ചിലർ സൈക്കിൾ ചെയിൻ, ചെത്ത് കത്തി, കമ്പിപ്പാര, കുറുവടി, കല്ലുമായിട്ടാണ് വന്ന് നിൽക്കുന്നത്. അവർ ഞങ്ങളുടെ ചുറ്റിനും വളഞ്ഞു. ഒരാളെൻ്റെ കഴുത്തിന് പിടിച്ചൊരു തള്ള്. ഞാൻ മുഖം കുത്തി നിലത്ത് വീഴുമെന്ന് കരുതി. വേറൊരാളോട് തന്നെ പുറകോട്ട് തള്ളിയിട്ട്. അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല. പുറകിലേക്ക് പിടിച്ചെന്നെ താത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വല്ലാണ്ട് പ്രയാസപ്പെട്ടു. 2 കൈയും ഇങ്ങനെ നീട്ടി. അന്ന് എൻ്റെ ദീക്ഷയ്ക്ക് നല്ല നീളമുണ്ട്. ദീക്ഷ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. എൻ്റെ കയ്യെ പിടിക്കണമെന്ന് വരെ ദീക്ഷയെ പിടിച്ചൊരു വലിയൊരു. നിങ്ങളോടല്ലേ പറഞ്ഞത് മേലാൽ ഈ പ്രദേശത്തേക്ക് പ്രാർത്ഥനയ്ക്ക് വരാൻ പാടില്ല എന്ന്? കത്തിയെന്ന് പറഞ്ഞാൽ പന ചെത്തണ കത്തിയാണ്, പലക വീതിയാണ്, കഴുത്തെ കൊണ്ട് വച്ചിരിക്കുകയാണ്. എൻ്റെ മുട്ടിങ്ങനെ കൂട്ടിയിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത, എന്തായാലും ഇവർ കൊല്ലും,
ജീവനോടെ ഇവിടുന്ന് പോകാൻ പറ്റുകയില്ല. എന്നാൽ പിന്നെ സ്തുതിച്ച് മരിച്ചേക്കാം എന്ന് കരുതി യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു തീർന്നില്ല. ഒരു നല്ല ബലം, ശക്തി ശരീരത്തിന് കിട്ടി. വളരെ ശാന്തത. അപ്പോൾ കത്തിയാട്ടുന്ന ആളോട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കർത്താവ് ഡീസൻ്റ് ആരുടെയും ഹൃദയങ്ങളിൽ തള്ളിക്കയറുന്നവനല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് നിങ്ങൾ ഹൃദയം തുറന്നു തന്നാൽ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ കത്തിയാട്ടുന്ന ആൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർ പ്രസംഗിക്കുകയോ പ്രസംഗിക്കാതിരിക്കുകയോ എന്ത് വേണം ചെയ്തോട്ടെ, നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കാതിരുന്നാൽ പോരെ. അപ്പോൾ കല്ലുമായിട്ട് അങ്ങേ സൈഡ് നിൽക്കുന്നവൻ പറയുക, അപ്പം താനല്ലേ വഴക്കുണ്ടാക്കണമെന്ന് പറഞ്ഞത്, താൻ കാലുമാറരുത്. രണ്ടു കൂട്ടരും കൂടെ തമ്മിൽ തർക്കവും വഴക്കും ബഹളവും. ഈ ഒച്ചപ്പാട് കേട്ട് അയൽവക്കത്തുണ്ടായിരുന്ന കുറേ ആളുകൾ ഓടി വന്നു. അവരെല്ലാം ഓടി വന്നതുകൊണ്ട് ഞങ്ങളെ കൊല്ലാൻ വന്നവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങളുടെ തല കുറച്ച് കാലത്തേക്കൂടെ രക്ഷപ്പെട്ടു. ഒന്നോർത്ത് നോക്കൂ, ഒരു വചനം ഉപയോഗിക്കാൻ ശക്തി കിട്ടിയപ്പോൾ പെട്ടെന്ന് പ്രശ്നം മാറുക. വെളിപാട് 3:20 ഞാൻ പറഞ്ഞത്, ഇതാ ഞാൻ ഹൃദയ കവാടത്തെങ്കിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് വരാം. നിങ്ങൾ ഹൃദയം തുറക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവ് വരികയില്ല. ആ പ്രശ്നത്തിനൊരു പരിഹാരമായി. ഇപ്പോഴും അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. വല്ലപ്പോഴുമെങ്കിലും എനിക്ക് പോകാൻ സാധിക്കാറുണ്ട്. വർഷത്തിൽ 1 തവണയോ 2 തവണയോ ഒക്കെ പോകാനേ പറ്റാറുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, അറിവിൻ്റെ വരവും ജ്ഞാനത്തിൻ്റെ വചനവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. അറിവ് പറയാനുള്ളതാണ് അറിവിൻ്റെ വരവെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ജ്ഞാനത്തിൻ്റെ വരം നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ നമുക്ക് അനേകരെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാനായിട്ട് പറ്റും, കർത്താവിന് വേണ്ടി നേടിയെടുക്കാനായിട്ട് പറ്റും. അനേകം വ്യക്തികൾ യേശുവിൻ്റേതായിത്തീരും ഈ ജ്ഞാനത്തിൻ്റെ വരത്തിൻ്റെ സഹായത്താൽ. അതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കിട്ടാൻ എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ പറഞ്ഞു, 1 കൊറിന്തോസ് 12:1 പ്രിയപ്പെട്ടവരെ, ആത്മീയ ദാനങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പിന്നീടുള്ള എപ്പിസോഡുകളിൽ ബാക്കി വരങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള നല്ല ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞ് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. ഈ TV-യിലൂടെ തിരുവചനം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സ്പർശിക്കണമേ. ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകവും കൃപയും ഈ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.